ഹായ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്സ് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരുപാട് ടൈപ്പ് വരാം. കാരണം വെച്ചാൽ നമുക്കൊരു ലിമിറ്റഡ് ആക്കിയിട്ട് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ ടൈമിലും പുതിയ പുതിയ അപ്ഡേഷൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈവൻ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന വാട്സപ്പ് പോലും എത്രത്തോളം അപ്ഡേഷൻ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എൻറ്റയർലി പുതിയ പുതിയ സോഫ്റ്റ്വെയർ വരും, പുതിയ പുതിയ സോഷ്യൽ മീഡിയാസ് വരും, പുതിയ പുതിയ മാർക്കറ്റിംഗ് ഐഡിയാസ്, കൺസെപ്റ്റുകൾ വരും. അങ്ങനെ അത് മാർക്കറ്റിംഗ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളാണ് ഇവിടെ പറയുന്നത്. ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് എന്ത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള ഇതിൽ നിങ്ങൾ ഒരുപാട് പരസ്യങ്ങൾ വരുന്നത് കാണാം. അപ്പോൾ അത് ഉപയോഗിച്ച്, അഥവാ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഥവാ ഒരു പ്രൊഡക്റ്റിനെയോ ഒരു സർവീസിനെയോ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ആണ് എന്ത്, പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ്. പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് വന്നാൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. അതാണ് സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓരോ ക്ലിക്കിനും പേ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഫോർ എക്സാമ്പിൾ ഗൂഗിളിൽ നിങ്ങൾ ആദ്യം വരുന്ന റിസൾട്ട് സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് ഇനി ശ്രദ്ധിക്കണം. സ്പോൺസേർഡ് എന്ന് എഴുതിയിട്ട് റിസൾട്ടുകൾ ഉണ്ടാവും. ഇതിപ്പോൾ ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരിക. ഇങ്ങനെയുള്ള കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. ടബൂല, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു ടീം എന്ന് പറയുന്നത് ഗൂഗിൾ ആണ്. ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു PPC പ്ലാറ്റ്ഫോമാണ്. സോ നെക്സ്റ്റ് ആണ് എന്ത്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇന്നത്തെ ഒരു കാലത്ത് ജനറേഷനിൽ ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു സംഭവമാണ് എന്താണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. നിങ്ങൾ പ്രധാനമായിട്ട് കേട്ടിട്ടുണ്ടാവും, ഓരോരോ ഇൻഫ്ലുവൻസർമാർ ഓരോരോ പരസ്യങ്ങളും ഓരോ പ്രൊഡക്റ്റുമായിട്ടും ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് റീലായിട്ടും ഇമേജ് ആയിട്ടും പല രൂപത്തിൽ, യൂട്യൂബ് വീഡിയോ ആയിട്ടും ഒക്കെ, ചില വീഡിയോന്റെ ഇടയിൽ തന്നെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അങ്ങനെ പല രൂപത്തിൽ. സോ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നുള്ളത് പുതിയൊരു ട്രെൻഡാണ്. അത് ഈ അടുത്താണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ള സമയം മുതൽ ഇൻഫ്ലുവൻസർമാരില്ല. പക്ഷെ അന്ന് നിങ്ങൾക്ക് ഒരു കാലത്ത് മമ്മൂട്ടി, മോഹൻലാൽ പോലെയുള്ള വ്യക്തികളായിരുന്നു. ഇന്ന് ഓരോന്നിനും ഓരോ ഇൻഫ്ലുവൻസർമാരായി, പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് ഇൻഫ്ലുവൻസർമാരായി. ഒരു സിനിമയുടെ റിവ്യൂക്ക് പോലും ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടാവുന്ന ഒരു കാലമാണ്. കാരണം ഓരോ കാറ്റഗറിക്കും അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻഫ്ലുവൻസർമാർ വന്നു തുടങ്ങി. അടുത്തതാണ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ. അഥവാ ഗൂഗിളിനെ പോലെയുള്ള സെർച്ച് എഞ്ചിനുകളിൽ ആദ്യത്തെ സ്പോൺസേർഡ് പരസ്യങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ചിലതിൽ സ്പോൺസേർഡ് പരസ്യങ്ങൾ ഉണ്ടാവില്ല. ആ പരസ്യങ്ങൾ ഇല്ലാത്തതിലോ ഫസ്റ്റ് വരുന്ന റിസൾട്ടുകളാണ് എന്ത്, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ. അഥവാ സെർച്ച് എഞ്ചിനെ ഒപ്റ്റിമൈസ് ചെയ്യാണ്. അത് നമ്മളുടേതായിരിക്കണം. ഒരാൾ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമി നടിക്കുമ്പോൾ ട്രാസി വരണം എന്ന് വിചാരിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള റൂൾസുകളും അവരെ ഗൈഡ് ലൈൻസും മനസ്സിലാക്കിയിട്ട് ആ സെർച്ച് എഞ്ചിനിൽ ഫസ്റ്റ് റാങ്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാതും നമ്മുടെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ അതിന്റെ ഓഫ് പേജ്, ഓൺ പേജ്, ഇങ്ങനെ ഒരുപാട് കാറ്റഗറിയിലായിട്ട് ഒരുപാട് നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് എന്ത്, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അത് ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടും വളരെ ജോലി സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കണം. മാത്രമല്ല നിങ്ങൾക്ക് തന്നെ ആഡ്സെൻസ് പോലെയുള്ള ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു മീഡിയ ആയിട്ട് ഇന്ന് എന്ത് ചെയ്തു, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളൊരു കാറ്റഗറി വന്നു. ഈ കാറ്റഗറി എല്ലാ ബിസിനസ്സിനും നിർബന്ധമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാരണം ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്നുള്ളത് ഈ സെർച്ച് എഞ്ചിൻസ് അഥവാ ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ അവരെ അൽഗോറിതം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഏതൊരു കമ്പനിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒരിക്കലും ഉണ്ടാക്കി വെച്ചാൽ ഇത് അവിടെ നിൽക്കുന്നില്ല. കാരണം ഇത് അപ്ഡേഷൻ വരുന്നു, കോമ്പറ്റീഷൻ വരുന്നു, എല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജി അഥവാ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജികൾ വളരെ ഇംപ്രൂവ് കൊണ്ടിരിക്കേണ്ടി വരികയാണ് അവർക്ക്. സോ ഇന്ന് ഏറ്റവും കൂടുതൽ, കാരണം നമ്മൾ ഏതൊരാളും സെർച്ച് എഞ്ചിനിലാണ് ഇന്ന് എന്തും ചോദിക്കുന്നത്. നമുക്ക് വേണ്ട ഡ്രസ്സ്, നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ, നമുക്ക് വേണ്ട ഏതാണ് ഏറ്റവും ബെസ്റ്റ്, ഒരു ചൂസ് ചെയ്യാൻ പോലും ഒരു ഒപ്പീനിയൻ ലീഡറായിട്ട് അഥവാ അഭിപ്രായം പറയുന്നതിൽ ഏറ്റവും നല്ല വിശ്വസ്തനായി കാണുന്നത് ഗൂഗിളിനെയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ കോർപ്പറേറ്റുകൾക്കും അല്ലെങ്കിൽ മറ്റു കമ്പനികൾക്കും സ്മാൾ ആൻഡ് മീഡിയം ബിസിനസ്സുകൾക്ക് പോലും എന്ത് ചെയ്യേണ്ടി വരുന്നു, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ടി വരുന്നു. അടുത്തതാണ് കണ്ടന്റ് മാർക്കറ്റിംഗ്. കണ്ടന്റ് മാർക്കറ്റിംഗ് എന്നുള്ളത് SEO അഥവാ കണ്ടന്റുകൾ ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പല രൂപത്തിൽ വ്യാഖ്യാനിക്കാം. ഫോർ എക്സാമ്പിൾ, നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് യൂട്യൂബ് വീഡിയോ ആവാം, അല്ലെങ്കിൽ SEO കണ്ടന്റുകൾ, ബ്ലോഗുകൾ എഴുതലാവാം, ഏതും ആവാം. പൊതുവെ ബ്ലോഗുകൾ എഴുതുന്നതിനെയാണ് പണ്ട് വിളിച്ചിരുന്നത്. ഇന്നിപ്പോൾ ടോട്ടൽ ഓവറോൾ
ഇതിനെ കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല രൂപത്തിലായിട്ട് നല്ല കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റീൽസുകളുടെ വ്യൂ കിട്ടും, ഫ്രീ ആയിട്ട് ഓർഗാനിക് ആയിട്ട് തന്നെ ഒരുപാട് റിസൾട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് ഏരിയകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കൊക്കക്കോള എൻ്റയർലി അവരുടെ എമൗണ്ട് എന്തിലേക്ക് മാറ്റി എന്നൊരു വിവരം ഉണ്ടായിരുന്നു. നല്ല കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മാറ്റി. കമ്പനികൾക്ക് അഡ്വർടൈസിങ് കൊടുക്കാതെ നല്ല ഇൻഫ്ലുവൻസ്മാരെ കൊടുത്തിട്ട് പല രൂപത്തിലായിട്ടും. സോ അങ്ങനെ എൻ്റയർലി ചില കമ്പനികൾ, കോർപ്പറേറ്റുകൾ ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് മാറുമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നല്ല റീലുകൾ ഉണ്ടാക്കുന്ന ആളുകളെ വെച്ചിട്ട് റീലുകൾ ക്രിയേറ്റ് ചെയ്യുക, നല്ല വൈറൽ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ വരാൻ തുടങ്ങി. അതിൻ്റെ ഒരു പിന്നെ അടുത്തതാണ് എന്ത്, ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇമെയിലുകൾ ഉപയോഗിച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഥവാ ബൾക്കായിട്ടുള്ള ഒരു ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം, ഇമെയിലുകൾ കളക്ട് ചെയ്തതിന് ശേഷം അവരിലേക്ക് നമ്മളുടെ ഓഫറുകളും മാർക്കറ്റിംഗ് കോണ്ടന്റുകളും അയക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് മെസ്സേജുകളാവാം, എന്തുമാവാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സിസ്റ്റം ജനറേറ്റ് ചെയ്താവാം. അഥവാ ഒരു എൻക്വയറി വന്നാൽ ഉടനെ തന്നെ അവർക്കൊരു മെയിൽ പോകുന്നു, വെൽക്കം ഇമെയിൽ പോകുന്നു, പുതിയൊരു റെഗുലറായിട്ട് അവർക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് അപ്ഡേറ്റ്സ് പോകുന്നു, ഫീഡ്ബാക്കുകൾ ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തോ ആവാം. അപ്പോൾ ആദ്യം അതിനൊരു നല്ല ഡാറ്റാബേസ് വേണം. അത് ശേഷം നമുക്ക് എന്ത് വേണം, നല്ലൊരു മാർക്കറ്റിംഗ് ചെയ്യാനുള്ള കോണ്ടന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഇമെയിൽ അയക്കാനുള്ള മെയിലുകൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ അടങ്ങിയതാണ്. പല രാജ്യങ്ങളും ഇതിപ്പോഴും നല്ല സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഇമെയിലിന് നല്ല വാല്യൂ ഉള്ള കൺട്രീസിൽ, ഫോർ എക്സാമ്പിൾ GCC കൺട്രീസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമെയിൽ മാർക്കറ്റിംഗ്. മാത്രമല്ല B2B ബിസിനസ്സുകൾ ഇന്നും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇമെയിലിനെയാണ്. സോ ആ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സിന് ഇമെയിൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.